ഫുഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം ഞാൻ വോയിസ് ഇല്ലാതെയാണ് ചെയ്തത്. അപ്പോൾ കണ്ടവരെല്ലാവരും വോയിസ് കൂടി ഉണ്ടായിരുന്നാൽ നന്നായേനെ എന്ന് പറഞ്ഞതുകൊണ്ട് വോയിസ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 250 ഗ്രാം ചൂര എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഈ നേരത്തിന് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുടംപുളി 2-3 അല്ലി എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. ഇത് നന്നായിട്ട് ചൂട് പോകണം. ഇതിൻ്റെ തണുത്തതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് എല്ലാം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. അത്ര എണ്ണ ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറിലാവണം, കരിഞ്ഞു പോകരുത്. മീൻ ഫ്രൈ ആകുന്ന നേരത്തിന് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കുടംപുളി ഈ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഇങ്ങനെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ആ സമയത്ത് നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇത് എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട്. എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത് ബാക്കിയുള്ള മീൻ കൂടി ഇതിൽ വറുത്തെടുക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിന് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെളുത്തുള്ളി, 1 കപ്പ് തന്നെ പച്ചമുളക്, 1 കപ്പ് ഇഞ്ചി, 1 കപ്പ് ചെറിയ ഉള്ളി. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതവിടെ പൊരിച്ച മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ അതേ ബാക്കിയുള്ള എണ്ണയുടെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വറുത്ത എണ്ണ തന്നെ മതിയാവും. ഇവിടെ ഇപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്തു. അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യാം. രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി കൂടി ചേർത്ത് അതും നന്നായിട്ട് മുരിയിച്ച് തന്നെ എടുക്കണം. എല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക കേട്ടോ. കരിഞ്ഞു പോകരുത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിനും കുറച്ചുകൂടി ചെറുതായിട്ട് അരിയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ അരിഞ്ഞ് കൊടുക്കാം. ഈ പച്ചമുളക് വേഗം ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന മുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മൂത്ത് വരണം. ആ എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നന്നായിട്ട് ഇപ്പോൾ മൂത്തൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് എക്സസ് ആയിട്ടുള്ള എണ്ണ കൂടി ഇങ്ങനെ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഞാൻ വലിയ രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റാത്തത്. പക്ഷേ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. മിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് അറിയാൻ പറ്റാത്തത് കേട്ടോ. അത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ചിലവാകും എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് നാളെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി കൂടി ചേർത്തത് നന്നായിരിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മീൻ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് തന്നെ മീനിലേക്ക് നന്നായിട്ട് കോട്ടായി കിട്ടണം. ഇത് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നാളെ ഇത് ഇരിക്കത്തില്ല. ഒട്ടും വെള്ളമില്ലാതെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ചിലപ്പോൾ കുറച്ച് ചാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കാറുണ്ട് ചിലർ. പക്ഷേ അത് പെട്ടെന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചൂരമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈർപ്പൊന്നും ഇല്ലാത്ത പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.